ലോകം മുഴുവന്റെയും മാനസാന്തരത്തിനായി 40-ലേറെ രാജ്യങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർ ജപമാലകളുമായി ഒരേ സമയം പൊതുനിരത്തുകളിൽ പ്രാർത്ഥനാനിരതരായ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ ആഗോള ക്രൈസ്തവരെ മുഴുവൻ അഭിമാനപൂരിതരാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. തങ്ങളെ തന്നെയും തങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും പരിശുദ്ധ ദൈവമാതാവിന്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കാനുള്ള പുരുഷന്മാരുടെ ജപമാല യജ്ഞത്തിൽ ഇക്കുറി സജീവ സാന്നിധ്യവുമായി അണിനിരന്ന ജപമാല സൈന്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള നഗരങ്ങളിൽ പ്രാർത്ഥനയുടെ വേറിട്ട സാക്ഷ്യമായി മാധ്യമശ്രദ്ധ നേടുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥകൾ അവഗണിച്ചും പരസ്യമായി മുട്ടിന്മേൽ നിന്നും ത്യാഗങ്ങൾ ഏറ്റെടുത്തും അണിനിരന്ന ക്രൈസ്തവ സഹോദരന്മാർ പരിശുദ്ധ മറിയത്തിന്റെ യുഗാന്ത്യ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ലോകമാനസാന്തരത്തിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കണമെന്ന സ്വർഗത്തിന്റെ അഭീഷ്ടം സാക്ഷാത്കരിക്കുകയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കത്തിനായി സമർപ്പിതമായിരിക്കുന്ന മെയ് മാസത്തിലെ ആദ്യ ശനിയായ 6-ാം തീയതിയാണ് പൊതുനിരത്തുകൾ സവിശേഷമായ ജപമാല യജ്ഞത്തിന് വേദിയായത്. തുടർച്ചയായി ഇത് 3-ാം തവണയാണ് ആഗോളതലത്തിൽ മെൻസ് റോസറി സംഘടിപ്പിക്കപ്പെടുന്നത്. അർജന്റീന, പെറു, പ്യൂട്ടോറിക്കോ, കൊളംബിയ, ഗ്വാട്ടിമല, എൽ സാൽവദോർ, കോസ്റ്റാറിക്ക, മെക്സിക്കോ, പനാമ, ചിലി, വെനസ്വേല, ഇക്വഡോർ, പരാഗ്വേ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ക്യൂബ, ഫിലിപ്പീൻസ്, ബ്രസീൽ, പോളണ്ട്, ഹംഗറി, USA, UK, അയർലൻഡ്, ലിത്വാനിയ, ക്രൊയേഷ്യ, യുക്രൈൻ, ഇറ്റലി, നെതർലൻഡ്സ്, സ്വീഡൻ, ഡെൻമാർക്ക്, ബോസ്നിയ, ഹെർസഗോവിന, ഓസ്ട്രിയ, ഫ്രാൻസ് എന്നിവയ്ക്കൊപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അബുദാബി, സൗത്ത് ആഫ്രിക്ക, സാംബിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് മെൻസ് റോസറിക്ക് വേദിയായത്. 2022 മെയ് ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിനു മുൻപ് ആഗോളതലത്തിലുള്ള മെൻസ് റോസറി സംഘടിപ്പിക്കപ്പെട്ടത്. ക്രൈസ്തവ മൂല്യങ്ങളും വിശ്വാസവും ക്ഷതമേറ്റുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ലോകത്തെ മാറ്റിമറിക്കാൻ പ്രാർത്ഥനയ്ക്ക്, വിശിഷ്യ ജപമാല പ്രാർത്ഥനയ്ക്കുള്ള ശക്തി സാക്ഷിച്ചുകൊണ്ടാണ് ജപമാല യജ്ഞത്തിന് സംഘാടകർ ആരംഭം കുറിച്ചത്.